മനോരമ ന്യൂസ് കോൺക്ലേവ് സമാപന സംവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസാരിക്കുന്നു. തത്സമയം മൂവ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ നമുക്ക് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ ഭയങ്കര ഡെൻസിറ്റിയാണ്. അതിൻ്റെ അകത്തൊരു 50 to 60% നമ്മൾ കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റണം. ഇതിൻ്റെ 1/4 എക്സ്പെൻസേ ഉള്ളൂ. നമുക്ക് ക്രൂയിസ് ടെർമിനൽ കൊച്ചിയിൽ തുടങ്ങാം. ക്രൂയിസ് ടെർമിനൽ ഇവിടെ നിന്ന് ദുബായിലേക്ക് ക്രൂയിസ് ഷിപ്പ് പോവും, ഗോവയിലേക്ക് പോവും, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോവും. നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം. അതിനെ നമുക്ക് 44 നദികളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റിവർ ക്രൂയിസ് ഉണ്ടാകാം. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വളരെ മറന്നുപോയ ഒരു പദ്ധതി ഞങ്ങൾ പൊടി തട്ടിയെടുത്തു. ഓഷ്യൻ ഏരിയ ഉണ്ടാക്കണം. കൊച്ചിയിൽ ഉണ്ടാക്കും. ഒരുപാട് മാരിടൈം ഹിസ്റ്ററിയുള്ള സംസ്ഥാനമാണ് കേരളം. നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ളൊരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വന്നാൽ ഒരു 3 ദിവസം മുതൽ ഒരാഴ്ച വരെ താമസിച്ച് കാണാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഹെൽത്ത് ഡെസ്റ്റിനേഷൻ ആവണം, എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആവണം. അതിനൊക്കെയുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ ചെറിയ പ്രോക്സിമിറ്റിയിൽ 4 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് കേരളത്തിന്, ഇല്ലേ? നമ്മൾ കേരളത്തിനെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി കൂടി ബന്ധപ്പെടുകയാണ്. ഇഷ്ടംപോലെ വിമാനങ്ങൾ ആളുകൾ ചോദിച്ചിരിക്കുകയാണ്, പ്രധാനപ്പെട്ട കമ്പനികൾ, എയർ ഇന്ത്യ അടക്കം. പക്ഷെ പൈലറ്റ്സിനെ കിട്ടാനില്ല. നമുക്ക് പൈലറ്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങാം. ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അപ്രോച്ച് ചെയ്യാണ്. നമുക്ക് MRO തുടങ്ങാം, മെയിൻ്റനൻസ് തുടങ്ങാം. സിമുലേറ്റഡ് ട്രെയിനിങ്ങിന് ആൾ വന്നു കഴിഞ്ഞു. നമ്മളിത് പറഞ്ഞപ്പോൾ സിമുലേറ്റഡ് ട്രെയിനിങ് സിസ്റ്റത്തിന് വേണ്ടി 27 പ്രോജക്റ്റുകൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗൾഫിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായി കുറേ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും ബഹളമാണ്. പ്രൈവറ്റൈസേഷൻ ഈസ് ഡിഫറെൻറ്റ്. പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും രണ്ടാണ്. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് കുറേ പബ്ലിക് സെക്ടറുകളെ ഉണ്ട്. അതിനെല്ലാം നന്നാക്കിയെടുക്കാൻ ശ്രമിക്കും. ശ്രമിച്ചിട്ടും നന്നാവില്ലെങ്കിൽ ഇതിനൊന്നും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇത് ഭാരം ഉണ്ടാക്കാൻ പറ്റില്ല ആളുകൾക്ക്. പ്രൈവറ്റ് സെക്ടറാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്ചക്കറിനും പബ്ലിക്കിനും. ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് ജോലി കൊടുക്കാൻ പറ്റാത്ത പബ്ലിക് സെക്ടർ എന്തിനാണ് പബ്ലിക് സെക്ടർ? ഞാൻ പബ്ലിക് സെക്ടറൊന്നും അടച്ചുപൂട്ടണമെന്നുള്ള അഭിപ്രായക്കാരനല്ല. നന്നാക്കിയെടുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തും. ഒരു പുതിയ കേരളം ഉണ്ടാകണം. ആ കേരളം ഉണ്ടായേ മതിയാവും. കേരളം മുഴുവൻ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യണം. എനിക്ക് മനോരമയുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു ഇരുണ്ട കാലത്തേക്ക് മാധ്യമങ്ങൾ കൂടി